إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين. സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് മുത്തഖിയും മുഅ്മിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചതിനെ ആദരിക്കുകയും ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുകയും ചെയ്യുക എന്നത് വിശ്വാസികളുടെ ബാധ്യതയായിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതിലേറ്റവും പ്രധാനമാണ് ചില ദിവസങ്ങൾക്ക് അല്ലാഹു പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട്, ചില മാസങ്ങൾക്ക് അല്ലാഹു പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട്, ചില സ്ഥലങ്ങൾക്ക് അല്ലാഹു പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട്. അവയെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതിലേറ്റവും പ്രധാനമാണ് നമ്മൾ നിലനിൽക്കുന്ന മാസം റജബ് മാസം. പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത്, ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയതനുസരിച്ച് അല്ലാഹുവിൻ്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12. യൗമ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികൾ സൃഷ്ടിച്ച ദിവസം മുതൽ മാസങ്ങളുടെ എണ്ണം 12. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മിൻഹാ 4 ഹുറും, അതിൽ 4 പവിത്രമാണ്. ദാലിക ദീനുൽ ഖയ്യിം, അതാണ് ചൊവ്വായ വക്രതയില്ലാത്ത ദീന്. ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, അതിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം കാണിക്കരുത് എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം 4 മാസങ്ങൾ പവിത്രമായ മാസങ്ങളാണ്. അത് ഏതൊക്കെ മാസമാണ്? നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. അത് മുഹറം മാസമാണ്, റജബ് മാസമാണ്, ദുൽഖഅദ, ദുൽഹിജ്ജ. ഈ 4 മാസങ്ങൾ പവിത്രമായ മാസങ്ങളാണ്. അതേപോലെ തന്നെ യുദ്ധം ഹറാമാക്കിയ മാസമാണ്. അതിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അതിക്രമം കാണിക്കരുത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്തോതി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അള്ളാഹു പവിത്രമാക്കിയ മാസമെന്ന നിലയിൽ റജബ് മാസത്തിൻ്റെ പവിത്രതയെ ഉൾക്കൊള്ളുകയും
അതിനെ ആദരിക്കുകയും അതിനെ ബഹുമാനിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നാൽ അള്ളാഹു ആദരിച്ചവയെ ആദരിക്കുക എന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഖുർആൻ പറയുന്നുണ്ട്, വമൻ യുഅല്ലിം ശആഇറല്ലാഹ്, അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുന്നവരാരാണ്? ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, ഹൃദയത്തിൽ തഖ്വയുടെ അടയാളമുള്ളവർ മാത്രമേ അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുകയും അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുകയും ചെയ്യുകയുള്ളൂ. അപ്പൊ ഈ മാസത്തെ നമ്മൾ ആദരിക്കുന്നില്ലെങ്കിൽ, ഈ മാസത്തെ നമ്മൾ ബഹുമാനിക്കുന്നില്ലെങ്കിൽ, ഈ മാസത്തിന്റെ പവിത്രത നമ്മൾ കാത്തു സൂക്ഷിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ തഖ്വയുണ്ടോ, തഖ്വക്ക് എന്തെങ്കിലും പോറലേറ്റിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണമെന്നാണ് ഈ ആയത്ത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. മാത്രമല്ല പരിശുദ്ധ ഖുർആൻ വീണ്ടും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, ലാ തുഹില്ലു ശആഇറല്ലാഹ്, അള്ളാഹുവിന്റെ മതചിഹ്നങ്ങളെ നിങ്ങൾ ഒരിക്കലും അനാദരിക്കാൻ പാടില്ല. വലശ്ശഹ്റൽ ഹറാം, അള്ളാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ മാസങ്ങളെയും നിങ്ങൾ ഒരിക്കലും അനാദരിക്കാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റു മാസങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധയോടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് മാറി നിന്ന് നന്മകളിൽ സജീവമായി നിലനിൽക്കേണ്ട മാസമാണ് ഈ മാസമെന്നാണ് പരിശുദ്ധമായ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആവർത്തിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. മാത്രമല്ല ഈ മാസത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്, യസ്അലൂനക അനിശ്ശഹ്രിൽ ഹറാം ഖിതാലിൻ ഫീഹ്, ഈ മാസത്തിലുള്ള യുദ്ധത്തെക്കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അവിടെ ചോദിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് മറുപടി പറയുന്നു, ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കണം, ഖിതാലിൻ ഫീഹി കബീർ, ആ മാസത്തിലെ യുദ്ധമെന്ന് പറയുന്നത് മഹാ അപരാധമാണ്, പാതകമാണ്, വലിയ തിന്മയാണ് എന്ന് അള്ളാഹുവിന്റെ റസൂലെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നതായി പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. ആ മാസത്തിൽ യുദ്ധം പാടില്ല, ആ മാസത്തിൽ യുദ്ധം ചെയ്താൽ അത് വലിയ പാതകമാണ്. മാത്രമല്ല ഈ മാസത്തെക്കുറിച്ച് പറയുന്നിടത്ത് ഞാൻ ആദ്യം ഓതിവെച്ച ആയത്തിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും, അതിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അതിക്രമം കാണിക്കരുത് എന്ന വാചകം നമുക്ക് കാണാം. ഈ വാചകത്തെ വിശദീകരിക്കുന്നിടത്ത് മഹാനായ ഇമാം ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നൊരു കാര്യമുണ്ട്, ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ നിങ്ങളോട് തന്നെ ഈ മാസത്തിൽ അക്രമം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ, ഇന്ന ദുൽമ ഫിൽ അശ്ഹുരിൽ ഹറം, ഈ മാസത്തിൽ നിങ്ങൾ ചെയ്യുന്ന അക്രമം, അനീതി, അഅളമു ഖതീഅത്തിൻ വബിസ്റം മിനൽ ദുൽമി ഫീമാ സിവാഹ, മറ്റു മാസങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന തിന്മകളെക്കാളും ഗുരുതരമാണ്, ഗൗരവതരമാണ് എന്നാണ് ഈ ആയത്ത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. വഇൻ കാന ദുൽമു അലാ കുല്ലി ഹാലിൻ അദീമ, ഏതു മാസത്തിൽ തിന്മ ചെയ്താലും അതിന് കുറ്റമുണ്ട്, അതിന് പാപമുണ്ട്, അതിന് ശിക്ഷയുണ്ട്. എന്നാൽ അള്ളാഹു പവിത്രമാക്കിയ മാസത്തിൽ നിങ്ങൾ ചെയ്യുന്ന കുറ്റത്തിന് ഗൗരവമേറിയതാണ്, അതിന് പാപം, അത് വലിയ പാതകമാണ് എന്നാണ് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മഹാനായ ഇമാം ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ പഠിപ്പിക്കുന്നത്. അതുമാത്രമല്ല സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച നിർബന്ധ കർമ്മങ്ങൾ, സുന്നത്തായ കർമ്മങ്ങൾ, അതെല്ലാം ചെയ്തുകൊണ്ട് ഈ മാസത്തെ സജീവമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി ഈ വാചകത്തിന്റെ അവസാനത്തിൽ വീണ്ടും പറഞ്ഞു, അൽ അമലു സ്വാലിഹ് അഅളമു അജ്റൻ ഫിൽ അശ്ഹുരിൽ ഹറം, പവിത്രമായ ഈ മാസങ്ങളിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അതിമഹത്തായ പ്രതിഫലമുണ്ട് എന്ന് മഹാനായ ഇമാം ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹി വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളും വിശദീകരിച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇതാണ് റജബ് മാസത്തിന്റെ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട്, ഇതാണ് പ്രമാണങ്ങൾ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇന്ന് റജബ് മാസത്തിന്റെ വിഷയത്തിൽ നിരവധി അനവധി അനാചാരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ മതപരമായ തലമെന്താണ് നാം ഓരോരുത്തരും അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, എന്നൊന്നുമില്ലാത്ത വിധത്തിൽ സോഷ്യൽ മീഡിയകളിൽ റജബ് മാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ അനാചാരങ്ങളാണ്
പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിയെ നമ്മൾ തിരിച്ചറിയേണ്ടത്. അദ്ദേഹത്തിന്റെ തബിയൂനുൽ അജബ് ബിമാ വറദ ഫീ ഫളിൽ റജബ്, റജബിന്റെ ഫളിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള ആശങ്കകൾ വ്യക്തമാക്കുന്ന ഒരു ഗ്രന്ഥം തന്നെ ഈ സമൂഹത്തിന് അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, വലം യരിദ് ഫീ ഫളിൽ ശഹരി റജബിൻ, റജബിന്റെ ഫളിൽ പറയുന്ന മുഹറമിനും ദുൽഖഅദിനും ദുൽഹിജ്ജക്കുമില്ലാത്ത റജബിന് മാത്രമായി ഒരു പ്രത്യേകത പറയുന്ന ഒരു രേഖയും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. വലാ ഫീ സിയാമിഹി, റജബിൽ ഒരു പ്രത്യേകമായ നോമ്പിന്റെ വിഷയത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു രേഖയും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. വലാ സിയാമി ശൈഇൻ മിൻഹു മുഅയ്യൻ, റജബ് മാസത്തിലെ പ്രത്യേകമായ ദിവസങ്ങൾ നിർണയിച്ചുകൊണ്ട് ആ നിർണയിക്കപ്പെട്ട ദിവസങ്ങളിൽ ഒരു പ്രത്യേകമായ നോമ്പ്, റജബ് 27 ഒരു പ്രത്യേകമായ നോമ്പ്, ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഒരു രേഖയും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. എന്നിട്ട് വീണ്ടും അദ്ദേഹം പറയുന്നു, വലാ ഫീ ഖിയാമി ലൈലത്തിൻ മഖ്സൂസത്തിൻ ഫീഹി, ഈ റജബ് മാസത്തിൽ പ്രത്യേകമായ ചില ദിവസങ്ങളിൽ ചില നിസ്കാരങ്ങൾ പറയുന്നുണ്ട്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഒരു രേഖയും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ഫീഹി ഹദീസുൻ സ്വഹീഹുൻ യസ്ലുഹു ലിൽ ഹുജ്ജ, പ്രമാണത്തിന് എടുക്കാൻ പറ്റിയ ഒരു രേഖയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റജബിന്റെ പ്രത്യേകമായ നോമ്പിന്റെ വിഷയത്തിലോ റജബിന്റെ ദിവസങ്ങളിൽ പ്രത്യേകമായ നിസ്കാരത്തിന്റെ വിഷയത്തിലോ പ്രത്യേകമായ ദിക്റിന്റെ വിഷയത്തിലോ പ്രത്യേകമായ പ്രാർത്ഥനകളുടെ വിഷയത്തിലോ ഒരു രേഖയും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത അമലുകൾ നമ്മൾ എങ്ങനെയാണ് റജബിന്റെ പേരിൽ നമ്മൾ ചെയ്യുക? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുന, നമ്മുടെ കൽപ്പനയില്ലാത്തൊരു കാര്യം ഒരാൾ ചെയ്താൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. ഞാൻ പറഞ്ഞതല്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു തന്ന കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏത് അമല് ചെയ്യുമ്പോഴും അതിന് കൂലി കിട്ടണമെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നതാകണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീന്റെ പിൻബലത്തോടുകൂടി പഠിപ്പിച്ചതായിരിക്കണം. അതാണ് ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട സമീപനം. മാത്രമല്ല, റജബിന്റെ വിഷയത്തിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനമാണ്, ആദ്യമായി റജബ് മാസം അറിയിക്കുന്നവന് നരകം നിഷിദ്ധമാണ് എന്ന് പറയുന്നൊരു ഹദീസ് വ്യാപകമായി സമൂഹത്തിൽ പ്രചരിപ്പിക്കാറുണ്ട്. എന്നാൽ ഈ ഹദീസിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത്, റജബിന്റെ വിഷയത്തിൽ അതിന്റെ ഫളില് പറയുന്ന വിഷയത്തിൽ വരുന്ന ഏതൊക്കെ ഹദീസുകളുണ്ടോ അതൊന്നുകിൽ കളവായിരിക്കും, അതല്ലെങ്കിൽ കെട്ടിച്ചമച്ച ഹദീസുകളായിരിക്കും. ഒന്നുകിൽ അത് ദുർബലമായിരിക്കും, അതല്ലെങ്കിൽ കെട്ടിച്ചമച്ച ഹദീസുകളായിരിക്കും എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ റജബിനെ ആദ്യമായി അറിയിക്കുന്നവന് നരകം നിഷിദ്ധമാണ് എന്ന ഹദീസ് അത് ദുർബലമാണ്, അത് കെട്ടിച്ചമക്കപ്പെട്ട കാര്യമാണ് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുമാത്രമല്ല, റജബിന്റെ വിഷയത്തിൽ റജബ് മാസത്തിന് മറ്റു മാസങ്ങൾക്കില്ലാത്ത പ്രത്യേകമായ ചില ശ്രേഷ്ഠതകൾ ചില ആളുകൾ കൽപ്പിക്കാറുണ്ട്. ചില പ്രത്യേകമായ ആചാരങ്ങൾ അനുഷ്ഠിക്കലുമുണ്ട്. ഇതെല്ലാം ജാഹിലിയ്യത്തിലെ അജ്ഞാനകാലത്തെ പ്രവർത്തനങ്ങളുടെ മാതൃകയാണ് എന്നാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. എന്തിനധികം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇമാം ഇബ്നു അബീ ശൈബ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു സംഭവം കാണാം. റജബ് ജാഹിലിയ്യത്തിന്റെ ആളുകൾ മഹത്വവൽക്കരിച്ച മാസമാണ്. ഇസ്ലാം വന്നതിന് ശേഷം അത് ഉപേക്ഷിക്കപ്പെട്ടു. അപ്പൊ റജബിന് ഇത്രയും മഹത്വം കൊടുത്തത് ജാഹിലിയ്യത്തിലെ അജ്ഞാനകാലത്തെ ജനങ്ങളായിരുന്നു. അത് മുസ്ലിങ്ങളുടെ രീതിയല്ല. ഇസ്ലാം വന്നപ്പോൾ അത് ഉപേക്ഷിക്കപ്പെട്ടു എന്നാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി മഹാനായ ഇബ്നു അബീ ശൈബ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ മുസന്നഫ് അബീ ശൈബയിൽ രേഖപ്പെടുത്തിയത്. അതേപോലെ തന്നെ റജബ് മാസത്തെക്കുറിച്ച് പറയുന്നിടത്ത് പറയലുണ്ട്, റജബ് മാസത്തിലാണ് ഇസ്രാ മിഅ്റാജ് നടന്നത്, അത് ആഘോഷിക്കുന്നത്. പ്രമാണത്തിന്റെ രേഖയിൽ ഒരു രേഖ പോലും റജബ് മാസത്തിലാണ് ഇസ്രാഉം മിഅ്റാജും നടന്നത് എന്ന് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല.
മാത്രമല്ല 10ഓളം അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ ഗ്രന്ഥങ്ങളിൽ ചർച്ച ചെയ്യുന്നുണ്ട്. എന്നാൽ റജബ് 27-നാണ് അത് നടന്നത് എന്ന് രേഖയിൽ എവിടെയും തന്നെയില്ല, പ്രമാണങ്ങളിൽ എവിടെയും തന്നെയില്ല എന്ന കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. അതേപോലെ തന്നെ റജബ് മാസത്തിന്റെ വിഷയത്തിൽ ആളുകൾ പ്രചരിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് റജബ് മാസത്തിൽ പ്രത്യേകമായി ഉംറ ചെയ്യൽ, അതിന് പ്രത്യേകമായ കൂലിയുണ്ട് എന്നാണ് ചില ആളുകൾ പറയുന്നത്. റജബിന് പ്രത്യേകമായി മുഹറമിനില്ലാത്ത, ഞാൻ ആവർത്തിച്ചു പറയുന്നു, മുഹറം മാസത്തിനില്ലാത്ത, ദുൽഖഅദ മാസത്തിനില്ലാത്ത, ദുൽഹിജ്ജ മാസത്തിനില്ലാത്ത ഒരു പ്രത്യേകത റജബിന് പ്രത്യേകതയുണ്ട്. ആ മാസത്തിൽ ആരെങ്കിലും ഉംറ ചെയ്താൽ അതിനൊരുപാട് കൂലിയാണ്, ഈ മാസങ്ങൾക്കൊന്നുമില്ലാത്ത കൂലിയുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നവർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ ആയിഷ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ നമ്മളെ പഠിപ്പിച്ചത് മഅ്തമറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റജബിൻ ഖത്തു, റജബിൽ മാത്രമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉംറ നിർവഹിച്ചിട്ടില്ല എന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. അതേപോലെ തന്നെ റജബ് മാസത്തിന്റെ പ്രത്യേകതയായി ഇവർ പഠിപ്പിക്കപ്പെടുന്ന മറ്റൊരു കാര്യമാണ് സലാത്തുർ റഗായിബ്, ആഗ്രഹ നിർവഹണത്തിന് വേണ്ടിയുള്ള നമസ്കാരം. ഈ നമസ്കാരത്തെക്കുറിച്ചും മഹാനായ ഇമാം നബവി, ആരാണ് പ്രിയപ്പെട്ടവരെ ഇമാം നബവി? 2ാം ഷാഫി എന്ന് ലോകം വിളിക്കുന്ന മഹാപണ്ഡിതനാണ്. ലോകത്ത് സ്വഹീഹ് മുസ്ലിമിനെ ശറഹ് എഴുതിയ മഹാപണ്ഡിതനാണ്. ആ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അസ്സലാത്തുൽ മഅറൂഫ ബിസലാത്തിർ റഗായിബ്, സലാത്തുർ റഗായിബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു നിസ്കാരമുണ്ട്. അതേതാണ് വഹിയ 12 റകഅ, അത് 12 റകഅത്താണ്. തുസല്ലി ബൈനൽ മഗ്രിബി വൽ ഇശാഇ ലൈലത അവ്വല ജുമഅത്തിൻ ഫീ റജബ്, റജബിന്റെ 1ാമത്തെ വെള്ളിയാഴ്ച മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ നിർവഹിക്കുന്ന 12 റകഅത്ത് നിസ്കാരത്തെ കുറിച്ചാണ് എന്ത് പറയുക, സലാത്തുർ റഗായിബ് എന്ന് പറയുന്നത്. എന്നിട്ട് വീണ്ടും അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നു, വസലാത്തു ലൈലത്തിൻ നിസ്ഫു ശഅബാൻ, ശഅബാൻ 15 ഒരു നിസ്കാരമുണ്ട്. 100 റകഅത്ത് ഉള്ള ഒരു നിസ്കാരമുണ്ട്, ആളുകൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു നിസ്കാരമുണ്ട്. ഈ 2 നിസ്കാരത്തെക്കുറിച്ചും മഹാനായ നബവി തങ്ങൾ പറയുന്നു, വഹാതാനി അസ്വലാതാനി ബിദ്അതാനി മുൻകറാനി, ഇത് ബിദ്അത്താണ്, ഇത് ബിദ്അത്തിന്റെ നിസ്കാരമാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച നിസ്കാരമല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച നിസ്കാരമല്ല, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച നിസ്കാരമല്ല, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച നിസ്കാരമല്ല, അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച നിസ്കാരമല്ല, മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത നിസ്കാരമാണ്. ഇത് രണ്ടും ബിദ്അത്താണ്. കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ, എല്ലാ ബിദ്അത്തും ളലാലത്താണ്, എല്ലാ ളലാലത്തും നരകത്തിലാണ്. ഞാൻ പറഞ്ഞതല്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഒരു നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. ഇങ്ങനെ ഒരുപാട് റജബുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒരുപാട് അനാചാരങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതീറത്ത് എന്ന പേരിൽ റജബ് മാസത്തിൽ ഒരു പ്രത്യേകമായ അറിവ് ചില ആളുകളിലുണ്ട്, ചില പ്രത്യേകമായ ആളുകളിൽ നമുക്ക് കാണാൻ കഴിയും. അത് ഹറാമാണ് എന്ന് വ്യക്തമായി പഠിപ്പിച്ച എന്ന കാര്യമാണ്. ഇതേപോലെ തന്നെ ഒരുപാട് അനാചാരങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്, ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളും, ഏത് കാര്യമെടുത്ത് പരിശോധിച്ചാലും, ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മുടെ അമലുകൾ സ്വീകരിക്കാൻ 2 നിബന്ധനകളാണ് പരിശുദ്ധമായി ഇസ്ലാം പഠിപ്പിച്ചത്. ഒന്നാമത്തത് അൽ ഇഖ്ലാസ്, ഒന്ന് ഇഖ്ലാസ് വേണം, ഏത് കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ കൂലി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യണം. രണ്ടാമത്തത് മുതാബഅത്തു സുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്നതുപോലെ ചെയ്യണം. ഒരിക്കൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിൽ വെച്ച് ഒരാൾ തുമ്മിയപ്പോൾ അയാൾ പറയുന്നത് എന്താണ്? അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അൽഹംദുലില്ലാ എന്ന് പറയുന്നതോടൊപ്പം തന്നെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയപ്പോൾ മഹാനായ ഇബ്നു ഉമർ തങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഹാക്കദാ മഅല്ലമനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെ ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല, ഇങ്ങനെ ചൊല്ലാൻ റസൂലുള്ളാഹി ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചൊല്ലിയതായിട്ട് പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടില്ല, അതുകൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല. ഞങ്ങളെ പഠിപ്പിച്ചത് തുമ്മിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ പറയാനാണ്. ഇങ്ങോട്ട് നോക്കൂ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സ്വലാത്ത് വിരോധി എന്ന് നമ്മൾ പറയുമോ? ഒരു അമല് സ്വീകരിക്കണമെങ്കിൽ, ഒരു പ്രവർത്തനം സ്വീകരിക്കണമെങ്കിൽ, ഒരു പ്രത്യേകമായ കാര്യം ചെയ്യുമ്പോൾ
അതവിടെ പ്രത്യേകമായ സുന്നത്താണെന്ന വിശ്വാസത്തോടു കൂടി ചെയ്യണമെങ്കിൽ അത് അള്ളാഹു പഠിപ്പിക്കണം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കണം. അല്ലാത്തതെല്ലാം ബിദ്അത്താണ്. ബിദ്അത്ത് ചെയ്തവനെ നാളെ പരലോകത്ത് അവന്റെ അമലുകൾ മുഴുവനും ധൂളിയാക്കി പാറ്റിക്കളിയുന്നൊരവസ്ഥയാണ് ഉണ്ടാവുക എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് ഏത് അമലുകൾ ചെയ്യുമ്പോഴും പ്രമാണബദ്ധമായ അമലുകൾ ചെയ്യണം. കാരണം ഈ മതം പ്രമാണബദ്ധമാണ്. പ്രമാണബദ്ധമല്ലാത്ത ഒന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല, നമ്മൾ ആചരിക്കുന്നില്ല, നമ്മൾ അനുഷ്ഠിക്കുന്നില്ല എന്ന കാര്യമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ആ പ്രത്യേകതകൾ മരണം വരെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീൻ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആക്സിഡൻറ്റുകളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് കരുത്തു പകരുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു സ്വസ്ഥതയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിലെ വീടുകളിൽ രോഗികളായി കഴിയുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്, രക്ഷിതാക്കളുണ്ട്, കുടുംബക്കാരുണ്ട്, ബന്ധുക്കളുണ്ട്, പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു പൂർണ്ണമായ ശിഫാ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആരോഗ്യത്തോടുകൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീഖ് അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, അവരുടെ ഖബറുകൾ സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കി അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറ് സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കി അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك.